നമ്മുടെ പ്രകൃതി നമുക്ക് മഴക്കാലത്തേക്ക് മാത്രമായിട്ട് മാറ്റി വെച്ചിട്ട് തരുന്നൊരു സംഭവമാണ് കേട്ടോ ഈ തൂട്ടുപുളി എന്ന് പറഞ്ഞത്. മഴക്കാലം ആയതുകൊണ്ട് തന്നെ അത് ഉണങ്ങി കിട്ടാൻ ഭയങ്കര പാടാണ്. ഇവിടെ വീട്ടിൽ 2 പുളിമരം ഉണ്ട് കേട്ടോ. അത് നല്ല വലിയ മരം ആയതുകൊണ്ട് തന്നെ നല്ല പൊക്കത്തിൽ നിൽക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് പറിച്ചൊന്നും എടുക്കാൻ പറ്റില്ല. പഴുത്ത് താഴെ വീഴുന്നത് മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ. നമ്മൾ അങ്ങനെ ദിവസവും പോയി പെറുക്കി എടുത്തിട്ട് പുകയത്തിട്ടിട്ട് ഉണക്കിയാണ് നമ്മൾ എടുക്കുക. നമുക്ക് വെയിലില്ലല്ലോ, മഴക്കാലത്തല്ലേ ഇത് തരിക. അതുകൊണ്ട് തന്നെ ഭയങ്കര പാടാണ് ഇത് ഉണങ്ങി കിട്ടാൻ കേട്ടോ. മഴക്കാലം ആയതുകൊണ്ട് തന്നെ ഈ പുകയത്ത് നമുക്ക് പുകയ്ക്കാൻ തന്നെ വിറകുകളെല്ലാം നനഞ്ഞ് കിടക്കുന്നത് ഭയങ്കര പാടാണത്. പക്ഷേ എന്നാൽ തന്നെയും പുളിക്ക് ആവശ്യക്കാർ ഏറെയാണ്. നല്ല വില കൂടുതലാണ് കേട്ടോ. നമ്മുടെ മലയാളികൾക്ക് ഒഴിച്ചുകൂടാൻ പറ്റില്ലല്ലോ. അതായത് നമ്മുടെ മീൻകറിയിൽ കുറച്ചെങ്കിലും കുടംപുളി ഇല്ലാതെ ആർക്കും അങ്ങോട്ട് കഴിക്കാൻ പറ്റില്ല. അതിനൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. ഇവിടെ എല്ലാം കാടാണ്. ശരിക്കും പുളി മരച്ചോട്ടിൽ നല്ല കാടാണ് വീട്ടിൽ. അത് കളഞ്ഞിട്ടില്ല. കാരണമെന്ന് പറഞ്ഞാൽ ഇത്രയും കാടുണ്ടായിട്ട് പോലും നമുക്ക് അധികം പുളിയൊന്നും കിട്ടുന്നില്ല. ഓരോരുത്തരൊക്കെ പെറക്കിക്കൊണ്ട് പോവാണ്. ഇതിന് നല്ല വിലയാണല്ലോ. ഇപ്പോൾ വീട്ടിൽ വെറുതെ കിട്ടണ സാധനം അത് കുറച്ച് കഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല രുചിയിൽ കഴിക്കാമല്ലോ അല്ലേ. ഈ സംഭവത്തിനെ കണ്ടോ? കുറെ കാലമായി ഇതിനെ കണ്ടിട്ട്. കുട്ടിക്കാലത്ത് ട്രെയിൻ എന്നൊക്കെ വിളിച്ചിട്ട് നമ്മൾ ഒരുപാട് കൗതുകത്തോടെ നോക്കിയിരുന്നൊരു സാധനമായിരുന്നു. ഞാനിപ്പോൾ കണ്ടിട്ട് കുറച്ച് നാളായി. ഇപ്പം ഈ മഴക്കാലം തുടങ്ങിയണൊക്കെ തൊട്ട് കുഞ്ഞു കുഞ്ഞു അട്ടകളെ കാണാറുണ്ട്. പക്ഷെ ഇതിനെ കുറേ കാലം കൂടിയാണ് കേട്ടോ കാണുന്നത്. അപ്പം നമ്മൾ പറഞ്ഞു വന്നത് പുളിയുടെ കാര്യം. അപ്പോൾ പുളി എല്ലാ വർഷവും നമുക്ക് കിട്ടാറുണ്ട്. നമ്മൾ കുറച്ച് ഉണക്കി നമ്മുടെ വീട്ടാവശ്യത്തിന് വേണ്ടിയിട്ട് എടുക്കാറുണ്ട്. നമുക്കതുകൊണ്ട് തന്നെ വെളിയിൽ നിന്ന് വാങ്ങേണ്ടി വരുന്നില്ല. ഇവിടെ ആണെങ്കിൽ ഒരു പുളിയിൽ നിന്ന് മാത്രമാണ് നമുക്ക് ഏറ്റവും കൂടുതൽ കുറച്ച് പുളി കിട്ടുക. പിന്നെ ഒന്നിൽ നിന്ന് നമുക്ക് അധികമായിട്ട് പുളിയൊന്നും കിട്ടാറില്ല. കാരണം അതിൻ്റെ അടുത്ത് കുറച്ച് കാട് കുറവാണ്. അതുകൊണ്ട് തന്നെ അത് നമുക്കധികം കിട്ടില്ല. താഴെ ഇവിടെ ഇതിൻ്റെ താഴെ വയലാണ് കേട്ടോ. റബ്ബർ തോട്ടവും റബ്ബർ തോട്ടത്തിനകത്ത് വയലും തോടും ഒക്കെ ആയിട്ട് നല്ല ഇതാണ് കേട്ടോ. അപ്പം ഇതാണ് നമ്മൾ പുളി പുകയ്ക്കുന്നത്. ഇങ്ങനെയാണ്. കുറച്ച് പുളി അവിടെ ഉണങ്ങിയിട്ടുണ്ട്. നമ്മൾ ഉണങ്ങുന്നത് നമ്മൾ വാരി മാറ്റി വെക്കാറുണ്ട്. പിന്നെ കുറച്ച് പൊട്ടിച്ചവിടെ ഇട്ടിട്ടുണ്ട്. ഇനിയും ഇപ്പോൾ കിട്ടിയത് നമുക്ക് പുളി പൊട്ടിച്ചിടണം. ഇന്ന് കുറച്ച് കിട്ടിയിട്ടുണ്ട്. രാവിലെ പോയി പെറുക്കും, പിന്നെ ഉച്ചയ്ക്ക്, പിന്നെ വൈകിട്ട്, അങ്ങനെ മുറയ്ക്ക് മുറയ്ക്ക് നമ്മൾ പോയി പെറുക്കും. നമുക്ക് കുറച്ച് കിട്ടും. ഇവിടെ അകത്ത് അടുപ്പില്ല. അതുകൊണ്ട് തന്നെയാണ് വെളിയിൽ ഇങ്ങനെ നമ്മൾ വെച്ചിട്ട് ഇതുപോലൊരു ഇതുണ്ടാക്കിയിട്ട് നമ്മൾ പുളി ഉണക്കുന്നത്. ടാർപ്പ കെട്ടിയേക്കാണ് വെളിയിൽ മുറ്റത്ത്. ഇല്ലെങ്കിൽ നമുക്ക് ഉണങ്ങി കിട്ടാൻ ഭയങ്കര പാടാണ് കേട്ടോ. വെയിലുണ്ടായിരുന്നേ പ്രശ്നമില്ലായിരുന്നു. അല്ലെങ്കിൽ തന്നെ വെയിലത്ത് വെച്ചായാലും അങ്ങനെ